ഉണ്ടോ പിണ്ണാക്ക്? കടലപ്പിണ്ണാക്ക് ഇന്നലെ ഇട്ടതാ, നല്ല പുളിച്ച് പൊങ്ങി ഡ്രമ്മ് നിറഞ്ഞ് നിൽക്കുന്നു. ഹലോ, DAPയും പിണ്ണാക്കും പൊട്ടാഷും ഒരു കലക്കി ഒഴിച്ചു വിടുകയാണ്. രണ്ട് സെക്ഷനായിട്ടാണ് ഒഴിക്കുന്നത്. ഒരു സെക്ഷൻ കായുള്ളിടത്ത് നോവ DAP കൊടുക്കുന്നു. കായില്ലാതെ ചിമ്പ് പുതിയ ശരമൊക്കെ പൊട്ടി വരുന്നിടത്ത് ശരം അളവ് കൂട്ടി മറ്റേ സാധാരണ DAP പൊട്ടാഷും കടലപ്പിണ്ണാക്കും കൂടി കൊടുക്കും. ഇപ്പം മെനറ്റോട് ഒഴിച്ച് നിർത്തിയൊക്കെ നല്ലപോലെ പുതിയ വെള്ള വേരുകളൊക്കെ അടിക്കാൻ തുടങ്ങി. ഇതുപോലെ മണ്ണ് കയറ്റി കൊടുക്കണം. ഇതുപോലെ മണ്ണ് ചെടിക്കകത്തുമൊക്കെ കണ്ടോ, ഇങ്ങനെ മണ്ണ് കയറ്റി കൊടുത്താലോ നമുക്ക് ആ വേര് പുതിയ വരുന്ന വേരുകളെല്ലാം ഇനി ചപ്പെല്ലാം അടുപ്പിക്കാൻ കിടക്കുന്നു, ആ ചപ്പിനകത്തോട്ട് കയറിക്കോളും. ഈ മെനറ്റോടൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പുതിയ വേരുകളുണ്ടായി വരുന്നുണ്ട്. ഇത് എസ്റ്റേറ്റിലെ ചെടികളാണ്, എൻ്റെ പാട്ടസ്ഥലത്തെ ചെടികളല്ല. ഇവിടെ ചെടിക്ക് ചുറ്റി മണ്ണ് ഇടാൻ വേണ്ടി അന്ന് ഷെയ്ഡ് വെട്ടിയതും കവാത്തെടുത്തും എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ ഇനി ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ഒന്ന് നേരത്തെ വിടണം. നല്ലപോലെ പുതിയ ചിമ്പുകൾ വരുന്നുണ്ട്. ഈ കാറ്റ് പിടിച്ചൊടിച്ച മേലെല്ലാം കാ കുറഞ്ഞു പോയി. ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഞാൻ ഈ കടലപ്പിണ്ണാക്ക് DAP ആണ് ഒഴിക്കുന്നത്. ഇച്ചിരി കായുള്ളിടത്ത് നമ്മൾ മറ്റേ നോവ DAP പൊട്ടാഷ്, ഗ്രീൻ മിറാക്കിൾ, നോവ ഗിൽഡ്, ഇത് നാലും കൂടിയാണ് ബാക്കി സ്ഥലങ്ങളിൽ ഒഴിക്കുന്നത്. ഇങ്ങനെ ചെടിക്കകത്ത് ഇത്ര നല്ല പൊങ്ങി നിൽക്കുന്ന ചെടിയാണ്. കംപ്ലീറ്റ് അകത്ത് മണ്ണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കിഴങ്ങും എല്ലാം അങ്ങ് ദ്രവിച്ച് പൊടിഞ്ഞോളൂ. ഇനി ഭയമൊന്നും ഒഴിച്ചില്ല, എല്ലാം പണി ഇച്ചിരി സ്ലോയിലാണ്. പണിക്കാരിത്തിരി കുറഞ്ഞു പോയി, ഹിന്ദിക്കാരിത്തിരി പോയി. മണ്ണിട്ട് തീർന്നിട്ടില്ല, മണ്ണിടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഡ് വിട്ട് തീർത്തിട്ട് പിന്നെ മണ്ണിടിയിൽ തുടങ്ങി മണ്ണ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ബയോ കലക്കി ഒഴിക്കണം. അത് കഴിയുമ്പോഴത്തേ അടുത്തൊരു സീസൺ കൊടുക്കാറാകും, അത് കൊടുക്കണം. ഇങ്ങനെ പണികൾ നിൽക്കാതെ പണികളാണ്. എൻ്റെ പാട്ടസ്ഥലത്തെ പറമ്പിൽ അത്ര ചെടി ഒരു പച്ചപ്പൊന്നും ആയിട്ടില്ല. അവിടെ ഞാൻ അന്നേരം ഹെവി ഡോസാണ്, പെട്ടെന്ന് തന്നെ വെളിയിൽ നിന്ന് പണിക്കാരെ കൂട്ടി മണ്ണ് വിട്ടു. എല്ലാ പണികളും അഡ്വാൻസായിട്ട് തീർത്തുകൊണ്ടാണ് അവിടുത്തെ ചെടിക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായത്. സമയത്ത് പണി ചെയ്യണം, ഇതുപോലെ മണ്ണ് കയറ്റി കൊടുക്കണം. ഈ ചെടി അവിടെ വന്നോളൂ. ഇനി ബയോയും കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വേരിനും ഒരു ഡാമേജും വരത്തില്ല. ചെടി നല്ല പച്ചപ്പിലോട്ട് വരും. ഇത് എസ്റ്റേറ്റിലെ ചെടിയാണ്. ഇത് കഴിഞ്ഞ റൗണ്ടും ഫംഗിസൈഡ് അടിച്ച് നിർത്തിയേക്കുന്നതാണ്. ഇനി അടുത്ത റൗണ്ടൊക്കെ ഇതിന് ഒരു സ്യൂഡോ കൂട്ടി കൊടുത്ത് പയ്യെ സ്യൂഡോമോണസിലോട്ട് കൊണ്ടുവരണം.